സുപ്രഭാതം. ശത്രുക്കൾ ഉണ്ടാകുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികം എന്നാ പറഞ്ഞിരിക്കുന്നത്. തലയിലെ രോമം ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയുന്നതല്ല. അതുപോലെ ശത്രുക്കൾ വർദ്ധിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ കാരണമുണ്ടായേക്കാം. എന്നാൽ ദാവീദ് പറയുക, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ. എന്നിട്ട് തുടർന്ന് വീണ്ടും അദ്ദേഹം പറയുകയാണ്, എന്നെ സംഹരിക്കുവാൻ ശത്രുക്കളായിരിക്കുന്നവർ പെരുകിയിരിക്കുന്നു. അപ്പോൾ ദാവീദ് ഇല്ലാതായി തീരണമെന്നുള്ളത് ചില ആളുകളുടെ നിർബന്ധ ബുദ്ധിയാണ്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ദാവീദിനോട് ശത്രുത കാണിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടെന്ന് ദാവീദ് പറയുന്നുമില്ല. പക്ഷെ ദൈവസന്നിധി ദാവീദ് പറയുക, ദൈവമേ, എൻ്റെ ശത്രുക്കൾ അതികഠിനമായിട്ടിരിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദാവീദ് ചേർത്ത് പറയുക, ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്യാൻ കഴിയുന്നത്? ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ദാവീദ് കണ്ടെത്തിയ ഏക മാർഗം എന്ന് പറയുന്നത്, ദൈവമേ, ഞാൻ നിന്റെ രക്ഷയിൽ അത്യന്തം സന്തോഷിക്കും എന്നുള്ളതാണ്. ദൈവമേ, എന്നെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ രക്ഷിക്കുവാനും വിടുവിക്കുവാനും അവിടുത്തേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം എൻ്റെ ശത്രുക്കളായിട്ട് തീർന്നിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല, കാരണം കൂടാതെ എന്നെ പകച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ എനിക്ക് രക്ഷ തരുന്നത് അവിടുന്ന് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സന്നിധിയിൽ സന്തോഷിച്ച് ഉല്ലസിക്കുമെന്ന് പറഞ്ഞ ദാവീദിന്റെ വാക്കുകൾ ഇന്ന് പകലിൽ ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് മുന്നേറുവാൻ പ്രചോദനമായിട്ട് തീരട്ടെ. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട് എന്നുള്ള ബലത്തോടു കൂടി ഈ പകലത്തെ പ്രയാണം നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.